നവകേരളം കിഫ്ബിയിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ വിപ്ലവമാണ് വയനാട്ടിൽ നടപ്പാക്കുന്നത്. കിഫ്ബി സഹായത്തോടെ കൽപ്പറ്റ ബൈപ്പാസ് നിർമ്മാണമടക്കം വികസന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. മേപ്പാടി ചൂരൽമല റോഡ് നിർമ്മാണത്തിലും കിഫ്ബി വഴി തുടക്കമിട്ട് കഴിഞ്ഞു. സംസ്ഥാനത്ത് വിവിധ പദ്ധതികൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിനായി സാമ്പത്തിക സഹായം ലഭ്യമാക്കി വരുന്ന സുസജ്ജമായ ഒരു സംവിധാനമാണ് കിഫ്ബി. സമഗ്ര മേഖലകളിലും വികസനം എന്നതാണ് കിഫ്ബി ലക്ഷ്യം വയ്ക്കുന്നത്. വയനാട് കൽപ്പറ്റ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒട്ടേറെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയത്. കൽപ്പറ്റ ബൈപ്പാസ് ഉൾപ്പെടെ പ്രധാന റോഡുകളെല്ലാം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചു കഴിഞ്ഞു. വയനാടിൻ്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് കൽപ്പറ്റ ബൈപ്പാസ്. ആ കൽപ്പറ്റ ബൈപ്പാസ് പ്രവർത്തനം പൂർണ്ണതോതിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. മേപ്പാടി ചൂരൽമല റോഡ് മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കിഫ്ബി പ്രവൃത്തിയാണ്. അതിലേക്കുള്ള നടപടികൾ ആരംഭിച്ചു. ഇപ്പോൾ പ്രവൃത്തി ആരംഭിച്ച് മുന്നോട്ട് പോവുക. സ്റ്റേറ്റ് ഹൈവേ, അതുപോലെ നാഷണൽ ഹൈവേ ബൈപ്പാസ്, പ്രധാന ടൂറിസം റോഡായിട്ടുള്ള മേപ്പാടി ചൂരൽമല റോഡ് ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. വയനാടിൻ്റെ കായിക മേഖലയിലും കിഫ്ബി ഫണ്ടിൻ്റെ ലഭ്യത ഉറപ്പാക്കി. വയനാട് ഉരുൾപൊട്ടലിനെ അതിജീവിച്ച ചൂരൽമല വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടവും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. വയനാട് ജില്ലാ സ്റ്റേഡിയം 18.67 കോടി രൂപ ചെലവിട്ടാണ് വികസിപ്പിച്ചത്. ഈ പ്രവൃത്തി സ്കൂളുകൾ, സ്റ്റേഡിയങ്ങൾ, റോഡുകൾ തുടങ്ങി അതിപ്രധാനമായിട്ടുള്ള വികസന പദ്ധതികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. കൽപ്പറ്റ മണ്ഡലത്തിലെ നിരവധി സർക്കാർ സ്കൂളുകളുടെ വികസനവും കിഫ്ബി വഴിയാണ് നടപ്പിലാക്കിയത്. റിപ്പോൺ ഗവൺമെൻറ് ഹൈസ്കൂൾ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വൈത്തിരി, കണിയാമ്പറ്റ UPS എന്നിവ കിഫ്ബി ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ ചെലവിട്ടാണ് വികസിപ്പിച്ചത്. കൽപ്പറ്റ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 3 കോടി രൂപ ലഭ്യമാക്കി. പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപയാണ് കിഫ്ബി പദ്ധതി പ്രകാരം ചിലവിട്ടത്. കൽപ്പറ്റയുടെ ആരോഗ്യ മേഖലയിലും കിഫ്ബി വളരെ സ്വാധീനം ചെലുത്തി. മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ 1.69 കോടി രൂപ ചെലവിട്ട് ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാൻ കിഫ്ബി പദ്ധതിയിലൂടെ സാധിച്ചു. വയനാടിൻ്റെ സുപ്രധാന പദ്ധതികളായ കോഫി പാർക്ക്, മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി എന്നിവയും കിഫ്ബി ഏറ്റെടുത്തു കഴിഞ്ഞു. വയനാടൻ റോബസ്റ്റ കോഫിയുടെ കോഫി പാർക്ക്, അത് ഇൻ്റർനാഷണൽ ബ്രാൻഡിംഗ് തലത്തിലേക്ക് ഉയർത്താൻ വയനാടൻ കോഫിക്ക് ഒരു പുതിയ അവസരമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പ്രക്രിയയുടെ ടെൻഡർ നടപടികളിലേക്ക്, സ്ഥലമെടുപ്പ് നടപടികളിലേക്കും അനുബന്ധ കാര്യങ്ങളിലേക്കും നീങ്ങുമ്പോൾ ആ പ്രവൃത്തിയും ഇപ്പോൾ കിഫ്ബിയെ ഏൽപ്പിക്കുകയാണ്.